ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അനഘ സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസിൻ്റെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ പാർട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാർട്ടിൽ അതിൻ്റെ ബാക്കിയാണ്, കണ്ടിന്യൂഷനാണ്. അടുത്ത ഒരു 2 പാർട്ടോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫിസിക്സിൻ്റെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ അനഘ സ്റ്റഡി വേൾഡ്. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരെയുള്ള ഒരു കാര്യങ്ങൾ, അതായത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആയി. അടുത്ത ചാപ്റ്റർ നമ്മൾ നേരത്തെ ഓൾറെഡി തുടങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയാസൊക്കെ വരെയാണെന്ന് തോന്നുന്നു പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തോ എന്നുള്ള കാര്യം നിങ്ങളും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ കിട്ടിയായിരുന്നു. ഇനി പാർട്ട് 1 നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം എനിക്കറിയാം. 2 കിട്ടിയോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇത് 3rd പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. Media plays an important role in shaping society, influencing public opinion, social norms and cultural values. Traditional media such as newspaper, radio and television provide entertainment, communication and knowledge. Meanwhile, new media enable greater communication and increased participation. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മീഡിയ എന്ന് പറയുന്നത്, മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനൊരു രൂപം നൽകാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ്. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അറിയാൻ, സോഷ്യൽ നോബ്സ് അറിയാൻ, കൾച്ചറൽ വാല്യൂസ് അറിയാൻ, സാംസ്കാരിക മൂല്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ട്രഡീഷണൽ മീഡിയാസാണ് ഏതൊക്കെ? ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ. ഇതൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട്, അതുപോലെ അറിവ്, നോളജും തരുന്നുണ്ട്. പക്ഷേ ന്യൂ മീഡിയാസ് ഇനേബിൾ ഗ്രേറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ. നല്ല രീതിക്കുള്ള പാർട്ടിസിപ്പേഷനും ഗ്രേറ്റർ കമ്മ്യൂണിക്കേഷനും തരുന്നുണ്ട്. Social media interactions has a positive impact on interpersonal relationships. നമ്മുടെ ബോണ്ടുകളിലൊക്കെ നല്ലതായിട്ട് വളർത്താനായിട്ട് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? സോഷ്യോളജിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇൻ്ററാക്ഷൻസ് ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ അവർ സൊസൈറ്റി. ഓൾത്തോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ഇൻ്ററാക്ഷൻ. ദേ ഫെയിൽ ടു എൻഗേജ് ഇൻ മീനിങ് ആൻഡ് സസ്റ്റൈൻഡ് റിലേഷൻഷിപ്പ്. ഇനിയും ഇതിൻ്റെ എക്സസീവ് യൂസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് ദെയർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിനെ അഴുക്കായിട്ട് ബാധിക്കും, പിന്നെ അവരുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ അഴുക്കായിട്ട് ബാധിക്കും. എക്സസീവ് യൂസ് ഓഫ് മീഡിയ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് പറ്റും. അതായത് ഒരകൽച്ച നമുക്ക് ഫീൽ ചെയ്യും. പിന്നെയും 2 പോയിൻറ്റ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇമ്പാക്റ്റ് ഓഫ് മീഡിയ ഓൺ സോഷ്യൽ ലൈഫാണ് കാണാൻ പറ്റുന്നത്. ബോത്ത് ട്രഡീഷണൽ ആൻഡ് ന്യൂ മീഡിയ ഹാവ് ബിക്കം ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മോഡേൺ സൊസൈറ്റി. ലെറ്റ് us എക്സാമിൻ ഹൗ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ ഇൻഫ്ലുവൻസ് അവർ സോഷ്യൽ ലൈഫ്. നമ്മുടെ സാമൂഹിക ജീവിതത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രതിചലിക്കുന്നത്, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ട്രഡീഷണൽ മീഡിയയും ന്യൂ മീഡിയയും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കാര്യം ഇതിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് ഏതാണ്? മീഡിയ ആൻഡ് സോഷ്യലൈസേഷൻ. ഇപ്പോൾ ഇവിടെ തന്നെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ചിൽഡ്രൻസ് പബ്ലിക്കേഷൻസ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിൽ നോളജ് എന്താ കിട്ടിയ? സ്റ്റോറീസ്, മൊറൽ ലെസൺസ്, വാല്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കേണ്ട ഇതുപോലത്തെ പാസേജസ് ആണ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മോസ്റ്റ് എന്ന് എഴുതാൻ മതി, ഓക്കെ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഇങ്ങനത്തെ പാസീവായിട്ടുള്ള സാധനങ്ങൾ നോക്കുക. Do we gain social values, moral lessons, knowledge and entertainment through stories and poems? നമ്മൾ സാമൂഹിക മൂല്യങ്ങൾ,
നല്ല നല്ല ഗുണപാഠങ്ങൾ, പിന്നെ അറിവ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ കഥകളിൽ നിന്നും കവിതകളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ടോ? സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം അവർ എൻവിയോൺമെൻറ്റ് ഹൗ ടു ലീവ് ആൻഡ് ബിഹേവ് ഇൻ ദ സൊസൈറ്റി ഫ്രം ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതലേ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും നമ്മൾ എങ്ങനെ പെരുമാറണമെന്നും നമ്മൾ എങ്ങനെ കാര്യങ്ങളെ നേരിടണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന അതിനെയാണ്, ആ ഒരു സംഭവത്തെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇടപെട്ട് നമുക്ക് ഇടപെടാനുള്ള ഒരിത് കിട്ടുന്നു, അതാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, വെൻ വി ആർ ചിൽഡ്രൻ വി ലേൺ ഫ്രം അവർ പേരൻസ് ദ വാല്യൂ ഓഫ് റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കുട്ടികളായിരുന്നപ്പം നമ്മുടെ പേരൻസിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു വാല്യൂ ആണ് മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. ഫാമിലി, സ്കൂൾ, ഫ്രണ്ട്സ് ആൻഡ് മീഡിയ ഹെൽപ്പ് ഇൻ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫാമിലി, സ്കൂള്, ഫ്രണ്ട്സ്, മീഡിയ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. മീഡിയ എക്സേർട്ട് ദർ ഇൻഫ്ലുവൻസ് ഓൺ ഹൗ വി മസ്റ്റ് ഇൻ്റർവെൻ ഇൻ സൊസൈറ്റി, വാട്ട് വി ഷുഡ് ഡിസയർ ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, നമ്മുടെ തന്നെ ഏറ്റവും ബെറ്റർ വേർഷൻ എങ്ങനെ ആവണം എന്നുള്ള കാര്യമൊക്കെ സോഷ്യലൈസേഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോഷ്യൽ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ അതർ ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ മീഡിയ ആസ് വെൽ. ഒരു ജനറേഷനിൽ നിന്ന് ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്തിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു, അന്ന് ഉടുപ്പ് താണ്ട് ഇത്ര താഴെ വരെ, അയ്യോ മുട്ടിൻ്റെ താഴെ വരെ കിടക്കണ ഉടുപ്പ്, അങ്ങ് മേളിൽ കയറി കിടക്കല്ല, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അതൊന്നും ഇപ്പോൾ ആരും പാലിക്കത്തില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ അവകാശമാണ്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ ജനറേഷൻസ് നല്ല നല്ല കാര്യങ്ങളും ജനറേഷൻസ് വൈസ് വരുന്നുണ്ട്. ഇപ്പം തന്നെ വലിയവരെ റെസ്പെക്റ്റ് ചെയ്യണം, അത് നല്ലൊരു പോയിൻ്റാണ്. അതൊക്കെ ഓക്കെ. ഇനി രണ്ടാമത്തേലോട്ട് നമുക്ക് കിടക്കാം, മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. ആദ്യം തന്നെ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് വായിച്ച് നോക്കാം. നമുക്ക് വായിക്കാം. Kerala Law Reform Commission invites suggestions and comments. The government has asked the Kerala Law Reform Commission to study in detail the preparation of the rank list of candidates by Kerala Public Service Commission and submit a report on it. എന്താ പറഞ്ഞിരിക്കുന്നത്? കേരള ഗവൺമെൻറ് എന്ത് പറഞ്ഞു? കേരള ലോ റിഫോം കമ്മീഷനോട് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ വന്ന ആൾക്കാരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടും അവരെ ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞു. എന്നിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. ഇൻ ദിസ് റിഗാർഡ് സജഷൻസ് ആൻഡ് കമൻസ് ആർ സോളിസൈറ്റഡ് ഫ്രോം ദ പബ്ലിക്. ഇതിനു വേണ്ടിയിട്ട് അവർ അഭിപ്രായങ്ങളും കോമൻറ്റൊക്കെ എവിടെ നിന്നാണ് എടുത്തത്? പബ്ലിക്കിൽ നിന്നാണ് എടുത്തത്. ദ പബ്ലിക് ഹിയറിംഗ് വിൽ ബി ഹെൽഡ് ഇൻ ദ കോൺഫറൻസ് ഹാൾ ഓഫ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്, തൈക്കാട്, തിരുവനന്തപുരം ഓൺ September 1, 2022 at 10:30 AM. 10:30 മണിക്ക് സെപ്റ്റംബർ 1, 2022 വർഷം ആ സമയത്ത് തിരുവനന്തപുരത്ത് തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന്, എവിടാണ്? ഗവൺമെൻറ് ഹാളിൽ വെച്ചിട്ട് നടത്തപ്പെടുന്നതായിരിക്കും. അവിടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണെന്നുള്ളൊരു കാര്യം അന്ന് വെച്ചു. Everyone can attend the hearing on that day and submit their suggestions and comments in person or by post to the secretary Kerala Law Reform Commission, TC number 3rd floor, CSI building കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് ഒന്നെങ്കിൽ സെക്രട്ടറിയുടെ ഇതോടെ ചെയ്യാം, അല്ലെ പേഴ്സണായിട്ട് തന്നെ, ഒരു ഇൻഡിവിജ്വലായിട്ട് തന്നെ നമ്മുടെ സജഷൻസ് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യം ഇതിൽ നിന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മുടെ അഭിപ്രായത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാകുന്നത്, അല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഡ് യു റീഡ് ദ ന്യൂസ് പ്രൊവൈഡഡ്? തന്നിരിക്കുന്ന ന്യൂസ് നിങ്ങൾ വായിച്ചോ? നമ്മൾ വായിച്ചില്ലേ? ഇൻ എ ഡെമോക്രസി, ജനാധിപത്യത്തിൽ, ദ ഗവൺമെൻറ് കൺസിഡർ പബ്ലിക് ഒപ്പീനിയൻ ബിഫോർ ഫോർമുലേറ്റിംഗ് ന്യൂ പോളിസീസ്. പുതിയ പോളിസീസ് നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അഭിപ്രായം ഗവൺമെൻറ് അവർക്കറിയണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കും. ദ പബ്ലിക് ഈസ് ആസ്ക്ഡ് ടു സബ്മിറ്റ് സജഷൻസ് ത്രൂ വേരിയസ് മീഡിയ. പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ നമ്മളുടെ അഭിപ്രായങ്ങൾ അവരിലേക്ക് എത്തിക്കാനായിട്ട് പറയും. പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഫോംഡ് ത്രൂ ദ മീഡിയ ഡ്യൂറിങ് ഇലക്ഷൻ ആൻഡ് ഫോറിൻ പോളിസി ഡിലിബറേഷൻ. അതായത് ഇലക്ഷൻ്റെ സമയത്തോ ഫോറിൻ പോളിസി ഡിലിബറേഷൻ്റെ സമയത്തോ ഒക്കെ ആയിരിക്കും നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യേണ്ടി വരുന്നത്.
In this way, the media act as an important tool in forming public opinion and gaining consensus. Programs in some media tend to be biased and reactionary. ചില മീഡിയയിലെ പ്രോഗ്രാംസിലുള്ളതൊക്കെ ഭയങ്കര റിയാക്ഷണറി ആയിരിക്കും. ഹാവ് യു നോട്ടീസ് ദാറ്റ് ഇൻഅക്വേറ്റ് ആൻഡ് അൺക്ലിയർ ഐഡിയാസ് ആർ പ്രൊപ്പഗേറ്റഡ് ത്രൂ ന്യൂ മീഡിയാസ്? പുതിയ ചില മീഡിയയിലൂടെ ഒരു ബന്ധവുമില്ലാത്ത കാര്യമൊക്കെ ഫേക്ക് ന്യൂസുകൾ വരെ പറഞ്ഞു വരുത്തും. The growth of social media has fueled these trends. An example of this is that during the spread of COVID-19, fake treatments and myths related to the virus were circulated on some social media platforms. ഒരു എക്സാമ്പിളാണ് COVID-19 കാലഘട്ടത്തിൽ ഫേക്ക് ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി വരെ അവർ ന്യൂസ് അടിച്ചിറക്കിയിട്ടുണ്ട്, മിത്തുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ദിസ് ലീഡ് ടു ഫോൾസ് ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ്റെ തെറ്റായ രീതിയാണ് ഇത് കാണിക്കുന്നത്. ക്രിയേറ്റിംഗ് ആൻഡ് സ്പ്രെഡിങ് സച്ച് ഫോൾസ് ന്യൂസ് ഈസ് പണിഷബിൾ അണ്ടർ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. 2000 IT ആക്ട് പ്രകാരം എന്താണ് ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ പബ്ലിഷ് ചെയ്യുന്നത് പണിഷബിളാണ്. അതിനെപ്പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. Cyber crimes are crimes committed using or targeting information and communication technologies. സൈബർ ക്രൈംസ് എന്ന് പറയുന്നത് ഇൻഫർമേഷനെ ബേസ് ചെയ്തോ അല്ലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ ബേസ് ചെയ്തോ വരുന്നതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ക്യാമറാസ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത് ഈസ് ആൻ ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ടു എൻഷുർ സ്ട്രിക്റ്റ് ലീഗൽ ആക്ഷൻ ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ ദോസ് ഇൻവോൾവിങ് സൈബർ ക്രൈം. സൈബർ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ടും സ്ട്രിക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കാനും വേണ്ടിയിട്ടുള്ള ആക്റ്റാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറയുന്നത്. Digital tools such as social media, websites and online campaigns are also used to bring social, political or environmental issues to the public. നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് പരിസ്ഥിതി പ്രശ്നമായിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എങ്ങനത്തെ പ്രശ്നമായാലും സോഷ്യൽ മീഡിയയിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും ഓൺലൈൻ ക്യാമ്പയിൻസിലൂടെയും ഒക്കെ എത്തിക്കാൻ പറ്റും. ഹാവ് യു നോട്ടീസ് ആൻ ഇൻക്രീസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഓൺ സോഷ്യൽ മീഡിയ? ഡു യു പാർട്ടിസിപ്പേറ്റ് ഇൻ? നിങ്ങളതിൽ പങ്കെടുക്കാറുണ്ടോ? സോഷ്യൽ മീഡിയ platforms fuel public intervention by enabling avenues for communication and instant resource mobilization. വേരിയസ് ഹാഷ്ടാഗ്സ് ഇട്ടിട്ടുള്ള കാര്യങ്ങൾ ഓൺ സോഷ്യൽ മീഡിയ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മീഡിയ ആൻഡ് കൺസെപ്ഷൻ ബിഹേവിയർ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഇവിടം വരെയാണ് പഠിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ഗൈസ്.